എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ സയൻസ് സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഇത് ഡ്രോണാണ് ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് ഗുജറാത്ത് സയൻസ് സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻസ്. ഇത് കാണാൻ ഇതതിൻ്റെ ഫുൾ വ്യൂ ആണ്. മെയിനായിട്ട് ഐമാക്സ് തിയേറ്റർ, ആംഫി തിയേറ്റർ, ഹാൾ സയൻസ് ആൻഡ് ഹാൾ സ്പേസ്. സോ ഇത് ഫുൾ ദീസ് ആർ ദ ഫുൾ തിങ്സ് ഇൻ സയൻസ് സിറ്റി. അപ്പം നമ്മൾ നേച്ചർ പാർക്കിലേക്ക് കയറാൻ പോവാണ്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കുറേ ആൾക്കാരുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, അതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ ഈ നേച്ചർ പാർക്കിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് കുറേ നടക്കാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഓരോന്നോരോന്ന് കാണാം. ഇവിടെ എവല്യൂഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൗ ദ എർത്ത് വാസ് എവോൾവ്ഡ്. ഇപ്പം ഞങ്ങൾ റോബോട്ടിക് ഗാലറിയാണുള്ളത്. ഇപ്പോൾ ഇവരുടെ ബാഡ്മിൻ്റൺ കളി കാണാം. നമുക്ക് ഒരാളുടെ കൂടെ റോബോ ബാഡ്മിൻ്റൺ കളിക്കുന്നത് കാണാം. വംശനാശം സംഭവിച്ച ജീവികളുടെയൊക്കെയാണെന്ന് തോന്നുന്നു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാം ഓരോരുത്തരുടെ ഉദ്ദേശിച്ചതുപോലത്തെ ജീവികളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് കാക്ടസ് ഗാർഡൻ. ഈ കള്ളിമുൾ ചെടി എന്ന് പറയില്ലേ, അപ്പോൾ അത് നിറച്ച് അത് തന്നെ ഇവിടെ ഉണ്ട്, പല ടൈപ്പ്. സോ ദാറ്റ് ഈസ് കാക്ടസ് ഗാർഡൻ. അതിനുവേണ്ടി തന്നെ ഒരു ഏരിയ അതിനുവേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ആൻഡ് ചെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ചെസ്സിൻ്റെ ചെറിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഓരോന്നിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. जैसा हम सोच रहे होंगे वैसा वो ऑटोमेटिकली वर्क करने लगेगा. अभी इंडिया में भी है सेम, लेकिन तो हमारी बॉडी में से जो मूवमेंट होगी वो हमारे ब्रेन സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റോബോ ആണ്. നാസ ഉണ്ടാക്കിയ ടൈപ്പാണ്. I work in space and do space ops so that humans don't have to risk it. हॉस्पिटल की मदद
അപകടമൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന റോബോട്ടാണിത്. അപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ സമയത്ത് ആ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റോബോട്ടാണ്. ഇത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള റോബോട്ടാണ്. ഓപ്പറേഷനൊക്കെ ചെയ്യും. എന്താവും അറിയില്ല, നമുക്ക് നോക്കാം. ओके, यहाँ पे मेडिकल रोबोट है. यहाँ पे भी 2 पार्ट में दिखाया जाएगा आपको. पहले आगे वाले देखेंगे, पीछे वाले को दूसरी बार दिखाया जाएगा. मेडिकल रोबोट है. ऑपरेशन करने के लिए भी रोबोट का यूज किया जा रहा है. रोबोटिक सर्जरी हो रही है अभी. तो रोबोट की एक सिस्टम है, पूरा एक सेटअप है इस रोबोट का. ये पूरा एक सेटअप है, इसका एक सिस्टम है जिसका नेम है दाविंची सर्जिकल सिस्टम. कंपनी भी है दाविंची सर्जिकल सिस्टम, सिस्टम भी है दाविंची सर्जिकल सिस्टम. गूगल पे सर्च कर सकते हैं आप, दाविंची सर्जिकल सिस्टम रोबोट आएगा. रोबोट के 2 पार्ट्स है. यहाँ पे जो रोबोट है वो सर्जन रोबोट है जो सर्जरी करता है, और दाविंची सर्जिकल सिस्टम लिखा हुआ है वो उसका कंट्रोलर मशीन है. यहाँ से कंट्रोल किया जाता है, यहाँ से ऑपरेट किया जाता है. मैं निशा है दाविंची. पॉसिबल नहीं, इसलिए हमने एक छोटा सा डेमो बनाया है. ऐसा रोबोट हैवी से वेट को उठा सकते हैं, एक जगह से दूसरी जगह ले जा सकते हैं. इंसान जैसे सीरियल करते हैं वैसे कर सकते हैं. ओरिजिनल नहीं है, यहाँ पे हमने डिजाइन किया है. ഇവർ തന്നെ ഡിസൈൻ ചെയ്താന്ന് പറയുന്നത് വേറൊരു റോബോട്ട്. ഇങ്ങനെ ഈ ഹസാർഡസ് കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. उसके बाद एक रोबोट के आगे वाले हिस्से में, बीच वाले हिस्से में और लास्ट वाले हिस्से में स्पाई कैमरा लगाया जाता है. गाड़ियों में छुपाया जाता है दुश्मनों पर नजर रखने के लिए. दुश्मनों पर नजर रखने के लिए ऐसे रोबोट का यूज किया जाता है. डेमो के लिए हमने यहाँ पे उसके पैरों में मैग्नेट लगाया है. रियलिटी में उसके नीचे ग्लू लगाया जाता है और चिपकाया जाता है. Action couple climbing. ओके, देखिए और आगे यहाँ पे ഇതും ഇങ്ങനെ എന്താ പറയുക, മൗണ്ടെയിൻ റീജിയനിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റോബോട്ടാണ്. ഞങ്ങളിപ്പോൾ റോബോ കഫേയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് റോബോ ശരിക്കും സെർവ് ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ റോബോ വന്ന് ഓർഡർ ചെയ്യും. റോബോ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് സേവ് ചെയ്യുന്ന കാണാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ട് അത് നിൽക്കും, ഇങ്ങനെ ടേൺ ചെയ്ത് അവർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് അപ്രോച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു പോയി. തിരിച്ചു പോയിട്ടത് അവിടെ പോയി നിൽക്കും. ഇതാണ് ഞങ്ങളുടെ റോബോ. നോക്കാം, റോബോ ചേച്ചി പതുക്കെ പതുക്കെ വരുന്നുണ്ട്. ഇനി അത് തരുമോ നോക്കാം. ഞങ്ങൾക്ക് തന്നെയാണോ തരുന്നത് അതോ വേറെ ഉള്ളവർക്കാണോ, ദൈവത്തിനറിയാം. കർത്താവേ, ആ അത് തന്നെ, ഞങ്ങൾക്ക് തന്നെ. അത് തിരിഞ്ഞു വന്നു. ഞങ്ങളെടുത്തു. ബൈ ബൈ. റോബോ ചേച്ചി പോവാം. പതുക്കെ തിരിഞ്ഞു പോവാണ്. ഇത് റോബോട്ടിക്സ്, അതിൻ്റെ ഹിസ്റ്ററിയാണ്. അതിനുവേണ്ടി തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. സോ
So 14.95. 1800 puppets. Star Wars. സോ ഡിഫറെൻ്റ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പല പല വർഷങ്ങളിൽ ഇപ്പം 1980 പല പല വർഷങ്ങളിലായിട്ട് ആ ഒരു ഓർഡർ വൈസിൽ ഡിസൈൻ ചെയ്ത റോബോട്ടുകളാണ്. स्पेस করে দাম ഫുൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ഇവിടെ എൻട്രിയിൽ തന്നെ സുനിത വില്യംസ് ആണ് വെൽക്കം ചെയ്യാൻ വിളിക്കുന്നത്. ആൻഡ് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതൊരു സ്പേസ് ഷിപ്പിൻ്റെ മോഡൽ. സോ ഇതിപ്പോൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ 3 പേരുടെ ഫോട്ടോ. ആൻഡ് ഇത് ചന്ദ്രനിൽ നിന്ന് നോക്കിയ ഭൂമിയുടെ എർത്ത് റൈസ് ഓവർ ദ മൂൺ. ശരിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ സാധനം. ഇവിടെ ക്വസ്റ്റിനെയർ പോലെ നടക്കുന്നുണ്ട്. വാലന്റീന തെരഷ്കോവ, ഫസ്റ്റ് വുമൺ ടു ട്രാവൽ. Valentina Tereshkova on June 16th,
1963. What's the average distance between the Earth and the Sun? 93,000 miles, 93 million miles, or 93 billion miles? Answer is 93 million miles. So, പിന്നെ ഇവിടെ ലൈഫ് ഇൻ How far has man traveled into space? To Mars, to the Moon, or to Jupiter? to the moon.